Watch full episodes on Jio Hotstar. എന്റെ അമ്മോ മോട്ടു പത്ലു വേഗം വന്നേ. ഫുർഫുറെ നഗർ ബാങ്കിൽ മോഷണം നടക്കുന്നുണ്ട്. എന്തിന്റെ കേടാ അവർക്കൊക്കെ? ഹായ് ഗൈസ്, ഫുർഫുറി നഗർ ബാങ്കിൽ കൊള്ളയടിക്കുവാണ്. മോട്ടു പത്തു ചിങ്കം സർ കള്ളനെ പിടിക്കാൻ വന്നിട്ടുണ്ട്. കള്ളൻ പിടിയിലാകുവോ അല്ലെങ്കിൽ രക്ഷപ്പെടുവോ ലൈവിൽ കാണാം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തുടർച്ചയായി കാണൂ എന്റെ ചാനൽ മിക്കി ഓൺലൈൻ. ഇപ്പൊ തന്നെ അകത്തേന്ന് അവന്റെ കഴുത്തെ പിടിച്ച് വലിയ പുറത്തേക്ക് കൊണ്ടുവരും. അവിടെ നിന്ന് മോട്ടു അകത്തുള്ളവർക്ക് സറണ്ടർ ആവാൻ നമുക്കൊരു ചാൻസ് കൊടുക്കാം. ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. അകത്തുള്ളവർ വേഗം പുറത്തേക്ക് വന്നു. യു ആർ അണ്ടർ അറസ്റ്റ്. എന്നെ അറസ്റ്റ് ചെയ്യാൻ ഇവിടെ ഒരാൾക്കും ധൈര്യമില്ല. നീ എത്ര ശ്രമിച്ചാലും ഞാൻ ആരെക്കാളും കുറവല്ല. അല്ല ഇതെന്താ? ഇത് കണ്ടിട്ടൊരു ബോള് പോലെ ഉണ്ടല്ലോ. അയ്യോ അയ്യോ, ഞാൻ പറന്നു പോകുന്നു. അതെ, മോട്ടു ചേട്ടൻ ബോളിനകത്ത് കുടുങ്ങി പറക്കുവാണ്. മിക്കി, അല്ല, ഇത് എന്റെ കയ്യിൽ പൊട്ടിപ്പിടിച്ചല്ലോ. പോന്ന്. അല്ല, നമുക്കെല്ലാവർക്കും ഇതെന്താ സംഭവിക്കുന്നത്? ചിങ്കം സാറ്, അവന് സറണ്ടർ ആവാൻ ഒരു അവസരം കൂടി കൊടുക്ക്. ഒരു പ്രാവശ്യം കൊടുത്തതിന് എന്താ ചെയ്തെന്ന് കണ്ടില്ലേ? എന്റെ അമ്മോ പത്ലു, സോറി. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല. നമ്മളിനി ഇതിന്ന് എങ്ങനെ പുറത്തേക്ക് വരും? എങ്ങനെ ഉണ്ട് ഈ അറ്റാക്ക്? ഇത് ഒട്ടും നല്ലതല്ല. എന്താ ഇത്? ഒരു മാറ്റവും ഇല്ലല്ലോ. വേട്ടയാടാൻ വേണ്ടി നമ്മള് വന്നപ്പോ ദേ നമ്മളെ അവൻ വേട്ടയാടിയിരിക്കുന്നു. ഇനി മേലാൽ എന്റെ പുറകെ വരരുത്. വന്നാൽ ഹായ് ഗൈസ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എത്രയാ കഷ്ടപ്പെടുന്നത് കണ്ടില്ലേ? ഞാൻ ലൈവ് കവറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ലൈവ് സ്ട്രീമിംഗ് ചെയ്യാം. ഇപ്പോ ടോപ്പ് ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് താഴോട്ട് പോവാണ്. രക്ഷിക്കണേ. എന്താ ഇത്? ശരി, എന്നാ ഞാൻ വരട്ടെ. ബൈ. ഇത് തീർച്ചയായും ആ സയന്റിസ്റ്റ് വൈറസിന്റെ പണിയായിരിക്കും. അതെ അതെ, എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നത്. അപ്പൊ ഇതിന് ഞാൻ തന്നെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തണം സുഹൃത്തുക്കളെ. നിങ്ങൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നോക്ക്. അതിനകത്ത് ഞങ്ങൾ പോയ ആ വൈറസിന് ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. നിന്റെ ബോൾ അറ്റാക്കിന്റെ പ്ലാൻ വളരെ നല്ലതായിരുന്നു. ഇനിയിപ്പൊ ഇവന്മാർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വൈറസ്, ആ മാസ്റ്റർ ട്രിക്കുന്നവന്റെ കൂടെ നീയും പുറത്തേക്ക് വരണം. യു ആർ അണ്ടർ അറസ്റ്റ്. നിങ്ങൾ ഇവിടെ എങ്ങനെയാ വന്നത്? ഈ ബോൾ അറ്റാക്ക് പോലെയുള്ള കാര്യങ്ങൾ 2 പേർക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. ഒന്ന് ഡോക്ടർ ജഡ്കയ്ക്കും, രണ്ടാമത്തേത് സയന്റിസ്റ്റ് വൈറസിനും. ഡോക്ടർ ജഡ്ക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ ചെയ്തത് ആരാ? നിങ്ങള്. മര്യാദയ്ക്ക് ആ ഉയരമുള്ള ആൾ ആരാണെന്ന് പറ. അയാളുടെ കയ്യിലല്ലേ നിങ്ങൾ ബോൾ ബോംബ്സ് കൊടുത്തത്? ആരും പറയേണ്ട ഒരാവശ്യവുമില്ല. ഞാൻ ദേ സ്വയം എത്തിയിരിക്കുന്നു. അയ്യോ വേണ്ട, ഓടിക്കോ. രക്ഷിക്കണേ. അയ്യോ അയ്യോ, ഞാൻ താഴെ വീണല്ലോ. അയ്യോ അയ്യോ, ഞാൻ ഇവിടെ പെട്ടല്ലോ. അങ്ങനെ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. അയ്യോ, ഇവിടെ എന്തായി നടക്കുന്നത്? അയ്യോ, ഓടിക്കോ ഓടിക്കോ, ഓടിക്കോ മോട്ടു. അല്ല, ഇത് എന്റെ പിന്നാലെയാണല്ലോ വരുന്നത്. അമ്മേ, ഡാഡി, മമ്മി, അങ്കിൾ, ആന്റി, എന്തിനാ എന്നെ മാത്രം തല്ലുന്നത്? സ്റ്റോപ്പ്. അയ്യോ,
രണ്ടു വശത്തു നിന്ന് ഇടിക്കുകയാണല്ലോ, രണ്ടു വശത്തു നിന്ന് കുത്തുവാണല്ലോ. ഇനി മേലാൽ എന്റെ പുറകെ വരരുത്. ഗൈസ്, കാണുന്നില്ലേ? എല്ലാരും കാണുന്നില്ലേ? ഞാൻ ലൈവായി സ്ട്രീം ചെയ്യുവാണ്. ഈ മാസ്ക് മാൻ ശരിക്കും അപകടം നിറഞ്ഞ ആളാണെന്നാണ് തോന്നുന്നത്. മോട്ടു പത്ലുവിനെ കൊണ്ട് ഇവനെ പിടിക്കാൻ കഴിയുമോ? അതറിയണമെങ്കിൽ കീപ് വാച്ചിങ് ആൻഡ് ഷെയർ മൈ ചാനൽ മിക്കി ഓൺലൈൻ. ആ മാസ്ക് ഇട്ട ആൾ ആരാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അവൻ എവിടുന്നാണ് വന്നത്? അടുത്ത തവണ നമ്മുടെ മുമ്പിൽ അവൻ വരുമ്പോൾ അവൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിൽ ഒരു നല്ല ഐഡിയ ഉണ്ട്. യെസ്, അവൻ ബാങ്കിൽ തന്നെ ഉണ്ടെന്നോ? ഞങ്ങൾ ഇപ്പൊ തന്നെ അങ്ങോട്ട് വന്നോളാം. മോട്ടു പത്ലു, ആ മാസ്ക് ഇട്ടിരിക്കുന്നവൻ ഇന്റർനാഷണൽ ബാങ്കിൽ മോഷണം നടത്തുന്നുണ്ടെന്ന്. ഒരു സാർ, നമുക്ക് ആ മാസ്ക് ഇട്ടവരെ പോയി പിടിക്കാം. അയ്യോ, എന്നെ ആരെങ്കിലും ഒന്ന് താഴെ ഇറക്കുവോ? പിടിക്ക്, കളറെ പിടിക്ക്. അവൻ എന്റെ കാശെടുത്തുകൊണ്ട് പോവാണ്. നിൽക്കണ അവിടെ. ഞങ്ങൾ നിന്നെ മോഷ്ടിക്കാൻ അനുവദിക്കില്ല മാസ്ക് മാൻ. ഓ, നിങ്ങളിതേ പിന്നെ വന്നോ? ഈ പ്രാവശ്യം നിങ്ങളെ ഞാൻ നല്ല ദൂരത്തേക്ക് അയക്കും. അവിടുന്ന് നിങ്ങൾക്ക് തിരിച്ചു വരാനേ പറ്റില്ല. ഒരു മിനിറ്റ് നിൽക്ക്. നീ ഞങ്ങളെ ബോൾ കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ആ, പറ, എന്താ ചോദിക്കാനുള്ളത്? എന്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ, നീ നമ്പർ 1ന്റെ മുകളിലാണോ ഇരിക്കുന്നത് അതോ നമ്പർ 2ന്റെ മേലെയാണോ ഇരിക്കുന്നത്? നമ്പർ 2-ന്റെ പുറത്താണ് ഇരിക്കുന്നത്. യെസ് യെസ് യെസ്, എനിക്ക് ആ സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തീർച്ചയായും അപ്പൊ അത് നീ തന്നെയാണ്. ജോണെ, നീ മര്യാദയ്ക്ക് പുറത്തേക്ക് വരുന്നത് നിനക്ക് നല്ലത്. സോറി, അയ്യോ, ഞാൻ എല്ലാം കൊളാക്കിയല്ലേ. സോറി, എന്നെ ഒന്നും ചെയ്യില്ല, ഞാൻ പോയേക്കാം. എടാ നമ്പർ 2, എത്ര സ്പീഡിൽ ഓടാൻ പറ്റുമോ അത്ര സ്പീഡിൽ ഓടിക്കോടാ. എന്റെ അമ്മോ, ചാലി, ഇത് ബാത്തിന്റെ പ്ലാനിങ് ആയിരുന്നു. ബാത്ത്, ഇനി നിങ്ങൾ അനുഭവിച്ചോ, ഞാൻ പോവാ. എടാ എന്നെയും കൂട്ടിക്കൊണ്ട് പോടാ. എങ്ങോട്ടാടായി പോകുന്നേ? ജോൺ, ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല. എന്റെ അമ്മോ. നിനക്ക് ഇങ്ങനെ എത്ര ദൂരം ഓടാൻ പറ്റും ജോൺ? ഗൈസ്, ദിസ് ഈസ് ബിക്കമിങ് ഇൻട്രസ്റ്റിംഗ്. കണ്ടോ, നിങ്ങൾ അത് കണ്ടോ? ആ കള്ളൻ ജോൺ ഓടുന്നത് കണ്ടില്ലേ? അത് പിന്നെ പൂച്ചനെ കണ്ട് എലി ഓടുന്ന പോലെയുണ്ട്. എലി. ചേടാ, ഞാൻ ഇതിനപ്പോ ഓടിക്കൊണ്ടിരിക്കുന്നേ. എന്റെ അടുത്ത് ബബിൾ ഗൺ ഉണ്ടല്ലോ. അയ്യോ, വീണ്ടും നമ്മൾ പെട്ടല്ലോ. എനിക്ക് തോന്നുന്നു നല്ല ഫൈറ്റ് ഇടാൻ പോവാണെന്ന്. നമുക്ക് ബോഡി വെക്കാം. ബോൾ അറ്റാക്ക് ചെയ്തു. ജോണാകും ഡോൺ. പത്ലു, പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി വർക്ക് ചെയ്യില്ല എന്നുള്ള കാര്യം നിനക്ക് അറിയില്ലേ? ഐഡിയ ഇങ്ങോട്ട് താ. എന്റെ ഫോണ്. ഞാൻ മേലെ പോന്നു. എന്നെ പിടിക്ക്. ഒരു മിനിറ്റ്. ഹലോ ഡോക്ടർ ജഡ്ക. ഓക്കെ പത്ലുവിന്റെ ചങ്കേന്റെ ബ്രോ, അങ്ങനെ തന്നെ ചെയ്തേക്കാം. പത്തിലോട്ട് എന്നെ പിടിക്ക്. ഇങ്ങോട്ട് വാ. ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നത്. എന്റെ അമ്മോ, ആരടാ എന്നെ ഉന്തിയിട്ടിട്ട് പോകുന്നത്? ഡോക്ടർ ജഡ്ക, നിനക്ക് മോട്ടുവിനെ രക്ഷിക്കാനാവില്ല. അയ്യോ, എന്നെ എന്തിനാ ചവിട്ടുന്നേ? അയ്യോ, എന്തായാലും വീണ്ടും ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാൻ വരുമ്പോ നിങ്ങൾ ഞങ്ങളെ ചവിട്ടുകയാണല്ലേ. എല്ലാവരും കയ്യെ വിട്. ലൈവ് കാണൂ. ഡോക്ടർ ജഡ്ക, ഇപ്പൊ നിന്നെ ഞാൻ ബോളിനകത്ത് ഇടാൻ പോവുകയാണ്. വേണ്ട, ജോൺ അങ്ങനെ ചെയ്യരുത്. മോട്ടു, എന്നാ മോട്ടു പത്ലു, ആദ്യം ഇത് പിടിക്കും നിങ്ങള്. ജോൺ, ഇതോ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. രക്ഷപ്പെട്ടു.
ഇപ്പൊ ഓടല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഓടുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. ആ ഗണ്ണ് മര്യാദക്ക് എന്റെ കയ്യിൽ തരൂ ജോൺ. ഇല്ല, ഞാൻ തരില്ല. ഇങ്ങ് തന്നേക്കാ ഗണ്ണിനെ. ഇപ്പൊ മോഷ്ടിച്ച ബാഗ് എല്ലാം പുറത്തേക്ക് ഇട്, അല്ലെങ്കിൽ ഞാനിപ്പോ ഗണ്ണ് ഫയർ ചെയ്യും. അയ്യോ എന്റെ അമ്മോ, വേണ്ട, ഞാൻ വലിച്ചെറിഞ്ഞേക്കാം. നിക്ക്. ഇന്നാ പിടിച്ചോ. ക്ഷമിച്ചേക്ക്, സോറി. പത്തുലു, ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഈ ഗണ്ണ് വാനിനുള്ളിൽ വർക്ക് ചെയ്യുമെന്നുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേണ്ട, അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്റെ പത്തിലു. വേണ്ട. അയ്യോ, എന്താ ഇത്? എന്നെ എവിടെയെങ്കിലും ഇറക്കി വിട്. സോറി, ഇനി ഞാൻ ഒരിക്കലും മോഷ്ടിക്കില്ല. ജോൺ, നിന്റെ മുഖം ഒന്ന് താഴോട്ടൊന്ന് തിരിച്ചു വെച്ചേ. മിക്കിക്ക് നിന്റെ നല്ല ക്ലോസപ്പ് ആയിട്ടുള്ള ഷോട്ട് എടുക്കണമെന്ന്. അതൊന്നും പറ്റില്ല, ഒരു ഷോട്ടും ആവശ്യമില്ല. ഇന്ന് എന്താണ് വലിയേട്ടൻ ഉണ്ടാക്കിയെന്ന് നമുക്ക് പോയി നോക്കാം. ചേട്ടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ ഗസിറ്റ, ഇങ്ങോട്ട് നോക്ക്. എന്റെ സ്പെഷ്യൽ ചീസ്. എലികളുടെ ശല്യം താങ്ങാനാവാതെയാ ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമ്മൾ വെച്ചത് കൊണ്ട് ഇതിന്റെ മണം കേട്ട് എല്ലാ എലികളും ഇങ്ങോട്ടെത്തും. അപ്പൊ നമുക്ക് അവറ്റുകളെല്ലാം പിടിക്കാൻ സാധിക്കും സുഹൃത്തേ. പക്ഷെ ഇതിൽ ഇനിയും 2 ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്യേണ്ടതുണ്ട്. എന്റെ അമ്മോ, ഞാനത് എവിടെയാ വെച്ചത് എന്റെ സുഹൃത്തേ? ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ, ഇപ്പൊ കാണുന്നില്ല. കിട്ടിപ്പോയല്ലോ. വലിയേട്ടാ, അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഓ, ചീസ് കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണോ? സൂപ്പർ ആയിട്ടുണ്ട്. നീ എന്തായി കാണിച്ചത്? നീ എന്റെ എക്സ്പെരിമെന്റ് ചീസാണ് ഈ കഴിച്ചത്. എക്സ്പെരിമെന്റ് ചീസ് എന്ന് വെച്ചാ എന്റെ ചങ്കന്റെ ബ്രോ പത്തിലു. ഇനിയിപ്പൊ ഞാനിത് എങ്ങനെ അവന്റെ വയറ്റിൽ നിന്ന് പുറത്തെടുക്കും? പക്ഷെ വലിയേട്ടാ, ചീസ് ഇപ്പൊ എന്റെ വയറ്റിലെത്തി കഴിഞ്ഞു. ഇനിയിപ്പൊ വിചാരിച്ച പോലെ എടുക്കാൻ പറ്റില്ല. പൊളിച്ചെടുത്തല്ലോ. ഇനി നമ്മുടെ മോട്ടറിന് എന്താ സംഭവിക്കാന്ന് അറിയില്ല. ഡോക്ടർ ജഡ്ക, നിങ്ങൾ ഇത് എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? നിങ്ങൾ ഈ പരിപാടിയൊക്കെ ഒന്ന് നിർത്തിയിട്ട് മോട്ട് കഴിച്ച ചീസ് പുറത്തെടുക്കാനുള്ള പരിപാടി ആലോചിക്കേ. ചേട്ടാ, എന്റെ ചങ്കന്റെ ബ്രോ, ആ ചീസ് മോട്ടുവിന് എന്താ ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാൻ നോക്കുന്നത്. അതെ, ഒരു പീസ് ചീസ് കഴിച്ചോണ്ട് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്. മോട്ടു, അയ്യോ, എനിക്ക് എന്താ സംഭവിക്കുന്നത്? അയ്യോ, എന്തൊക്കെയോ അല്ല, മോട്ട് ഇത് എവിടേക്കാ പോയത്? മോട്ട് എവിടേക്കാ പോയത്? ചീസ് കഴിച്ചതിന്റെ എഫക്റ്റ് ആണോ ഇത്? അപ്പൊ മോട്ടു, നിന്നെ വെച്ച് ഞാൻ റിസർച്ച് ചെയ്യാട്ടോ. ഇങ്ങോട്ട് വന്നേ സുഹൃത്തേ. പൊളിച്ചെടുത്തല്ലോ. എന്റെ തലയ്ക്ക് മീതിയുള്ള മോട്ടു വലിയായി വന്നിരിക്കുന്ന ഡോക്ടർ ജഡ്ക, ഇതിനെ വേഗം ഒന്ന് പിടിക്കേ. എന്നെ രക്ഷിക്കേ. ഡോക്ടർ ജഡ്ക, നിങ്ങൾ മോട്ടുവിനെ വെച്ച് റിസർച്ച് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ വേഗം ഇവരെ ശരിയാക്ക്, വേഗം. ഇപ്പൊ തന്നെ ചെയ്യാലോ, പക്ഷെ അതിനു മുമ്പ് നീ അവനെ എന്റെ അടുത്ത് തരണം. പെട്ടെന്ന്. അയ്യോ, അവന്റെ രക്ഷപ്പെട്ട് ഓടുന്നു. ഞാൻ പോയി പിടിക്കാം. ചേട്ടാ, എന്താ ഈ കാണിച്ചോണ്ടിരിക്കുന്നേ? മോട്ടുവിന്റെ ചങ്കേന്റെ ബ്രോ, ഒന്ന് നിക്ക്. അയ്യോ, വേണ്ട വലിയേട്ടാ, വേണ്ട. ഇവരൊക്കെ എന്നെ പിടിക്കുമെന്ന് തോന്നല്ലോ. വേണ്ട. മോട്ട് ഓടിക്കോ. പത്തിലു, താങ്ക് യു. തുറക്ക്. മോട്ടുവിന്റെ ചങ്കേന്റെ ബ്രോ, എനിക്ക് റിസർച്ച് ചെയ്യണം. നീ ഓടല്ലേ, നിക്ക്. വേഗം ഓടിപ്പോ മോട്ടു. മോട്ടു ഓടിക്കൊണ്ടേ ഇരിക്ക, നിൽക്കരുത്. ഒന്ന് വേഗം ഓടും മോട്ടു. സൂക്ഷിച്ച് നിൽക്കാതെ ഓടും മോട്ടു. പത്തിലു, ഞാൻ ഓടിക്കൊണ്ടിരിക്കല്ലേ. കൊള്ളാലോ, എന്തൊരു തടിയാ ആ എലിക്ക്. ഇന്നെനിക്ക് കുശാലാ. അല്ല,
ഇത് പുതിയ പ്രശ്നമാണല്ലോ വരുന്നത്. മോട്ടു വേഗം ഓടിക്കോ, പൂച്ച പുറകെ വരുന്നുണ്ട്. മാറി നിൽക്ക്. എന്താ എന്താ ഇത്? അയ്യോ, പൂച്ച എന്റെ പുറകെ വരികയാണല്ലോ. മാറി നിൽക്ക്. ആ ഭാഗത്തേക്ക് ഓടിയത്. അവന്റെ പുറകെ പൂച്ചയുണ്ടായിരുന്നു. നമുക്ക് അവനെ രക്ഷിച്ചേ മതിയാകൂ. രക്ഷിക്കണേ. അയ്യോ, ഈ പൂച്ച എന്റെ പുറകെ തന്നെ വരികയാണല്ലോ. അയ്യോ, ഇവിടെ എങ്ങനെ ഒളിച്ചിരിക്കാം? അതാ ഞാൻ പറഞ്ഞു, മനസ്സിലായിപ്പോ. ഒരു ചെറിയ സംശയം. നിന്നെ ഞാൻ ഇപ്പൊ കഴിക്കണോ അതോ ലഞ്ചിന് കഴിച്ചാ മതിയോ? നീ തന്നെ ഒന്ന് പറയേ. വേണ്ട വേണ്ട, ദേവേദി എന്നെ തിന്നരുത്. മോട്ടു ഓടിക്കോ. അയ്യോ, ഈ എലിയും പൂച്ചയും കളി എത്ര നേരമാണ് ഇങ്ങനെ തുടരുക? എന്താ മോട്ടു എലിയായിട്ട് മാറിയെന്ന് തോന്നേ. ഈ ചാൻസ് ഞാൻ ഉപയോഗിച്ചാലോ നോക്കുക. എനിക്ക് ഇത്രയും ശക്തിയോ? ഇവനെ ഇന്ന് ഞാൻ ബിരിയാണിയാക്കി കഴിക്കും. അഹങ്കാരിയെ പൂച്ച, നിന്നെ ഞാനിന്ന് ചമ്മന്തിയാക്കും. പൂച്ചയുടെ അടുത്ത് അടി വാങ്ങുന്നത് കണ്ടില്ലേ? എന്നെ നോക്കി ചിരിക്കുന്നോ? നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ചെല്ല്, അതിനോട് പൊരുതി ജയിച്ച് കാണിക്ക്. വെല്ലുവിളിയാലേ, ജയിച്ച് കാണിക്കാൻ നോക്കിക്കോ. അയ്യോ, ഓടിക്കോ മോട്ടു, ഓടിക്കോ. അല്ല പത്ലു, എന്താ പറ്റിയ മോട്ടുവിന്? ചായക്കടക്കാരൻ ചേട്ടാ, നമ്മുടെ മോട്ടുവിന് ഇല്ല ഇല്ല, കുറച്ച് ഉയരത്തിലുള്ള എലിയെ നിങ്ങൾ എവിടെ എവിടെയെങ്കിലും കണ്ടിരുന്നോ? അതെ അതെ, അതിന്റെ പുറകെ പട്ടി പൂച്ചയൊക്കെ ഉണ്ടായിരുന്നു. ആ ഭാഗത്തേക്ക് ഓടിയിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് വരൂ. സർ, സൂക്ഷിച്ചു കേക്ക്. പത്ലു, നീ എവിടെയാണ്? എന്നെ രക്ഷിക്ക്. പത്ലു എവിടെയാ? പത്ലു വായോ. എന്താ എലിച്ചെറുക്ക, ഇപ്പൊ വരില്ലോ. നീ പേടിക്കണ്ട, നിന്നെ ഞാൻ വളരെ സ്നേഹത്തോടെ പതുക്കെ കഴിക്കുള്ളൂ. വേണ്ട, ഇനി എന്താ ചെയ്യുക? ഈ ഐഡിയ നല്ലതാണ്. യെസ്. ഡോക്ടർ ജഡ്ക, മോട്ടു ഈ ഹോളിനകത്തേക്കാ പോയിരിക്കുന്നത്. അവനെ ഇപ്പൊ എങ്ങനെയാ പുറത്തേക്ക് കൊണ്ടുവരിക? പത്ലു നിക്ക്, ഞാനേ ഇപ്പൊ തന്നെ സ്കാൻ ചെയ്ത് നോക്കാം. സുഹൃത്തേ, ആ ഡയറക്ഷനിലാ പോയിരിക്കുന്നേ. വരൂ വരൂ. അയ്യോ, ഞാൻ വല്ലാത്തൊരു ഇടകൂടത്തിലാണല്ലോ പെട്ടുപോയത്. മോട്ടു എവിടെയാ? ചേട്ടാ, ഇങ്ങോട്ടേ ഇവനീ പോയിക്കൊണ്ടേയിരിക്കുന്നേ. ചേട്ടാ, അയ്യോ, ഭയങ്കര നിലയിലാണല്ലോ ഇവിടെ. കാണാൻ നമ്മുടെ ആള് പോലെ ഇല്ലല്ലോ. പേടിക്കവനെ. ഒന്ന് മാറിക്കേ, ഓടട്ടെ. അതെ, നിങ്ങളൊക്കെ എലികൾ തന്നെയല്ലേ? എന്നിട്ട് എന്തിനാണ് വേറെ എലിയെ പിടിക്കാൻ വരുന്നേ? എന്താ ചെയ്യുക? മോട്ടു അത് കൂടെയാണ് പോകുന്നത്. മോട്ടു വരൂ, നമുക്ക് ഇവിടുന്ന് പോവാം. രക്ഷിക്കണേ. വൈറസ് മോട്ടുവിനെയും കൊണ്ട് പോവാൻ നിൽക്കുക. അവനെ തടയ വേഗം. രക്ഷിക്കണേ. എന്നെ എവിടോട്ടായി കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നേ? തുറന്നു വിട്, എനിക്ക് പോണം. ഇനിയിപ്പൊ ഞാൻ നിന്റെ പുറത്ത് റിസർച്ച് ചെയ്യും. എവിടെയായി ഓടുന്നേ? ഇനി എങ്ങോട്ടും ഓടാൻ പറ്റില്ല. മോട്ടു ദ എലിയാ,
സർ പെട്ടെന്ന് അവനെയും വെച്ച് എക്സ്പെരിമെന്റ് ചെയ്യേ എന്നിട്ട് അവനെ എന്റെ കയ്യിൽ തായിങ്ങാട്ടെ. എടോ മോട്ടു, താൻ എങ്ങനെ എലിയായത് ഒന്ന് പറഞ്ഞു തരുവോ പ്ലീസ്? ധൈര്യം ഉണ്ടെങ്കിൽ ഈ കയറൊന്ന് അഴിച്ചു തോ, അതിനുശേഷം ഞാൻ എല്ലാം പറഞ്ഞു തരാം. ബോസ് ബോസ്, ചായക്കടയ്ക്ക് പോയപ്പോ സമോസ ചൂടായിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ വാങ്ങിട്ട് വന്നു. അയ്യോ, എന്തിനാടാ ഇപ്പൊ സമോസ വാങ്ങിട്ട് വന്നത്? സമൂസ. അയ്യോ, പിടിക്കേ പിടിക്കേ, മോട്ടിനെ പിടിക്കടാ, പിടിക്കേ, പെട്ടെന്ന് പിടിക്കേ. എടാ മോട്ടു, സമോസ കഴിക്കാൻ പാടില്ല. ടക്കും, 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 ടക്കും. യാ, യാ. ജോൺ. എന്താണ് അങ്ങനെ നോക്കിയിട്ട് നിൽക്കുന്നേ? മോട്ടിനെ പിടിക്കടാ പെട്ടെന്ന്. ഇനി വാടാ, ഒരുത്തരം വിടാതെ എല്ലാറ്റിനും ഞാൻ പഞ്ചറാക്കാൻ പോവാ. ഇന്നാ നീ പിടിക്കേ, ഇന്നാ എടാ തടിയാ, നിന്നെ ഞാൻ പൊക്കിടാ. ജോൺ, അടുത്തത് നിന്നെയാണ്. പിടിച്ചോ വൈറസ്. ജോൺ, നിന്നെ തൂടി ഇറക്കുന്ന പോലെ ഞാൻ നിറത്തടിക്കൂടാ. എന്താ ഇത്? കലക്ക് മോട്ടു. ഡോക്ടർ ജഡ്ക ആന്റിഡോട്ട് കൊടുക്ക്. മോട്ടു, ഇതാ ആന്റിഡോട്ട്. മോട്ടു, ഇനിയാണ് ആക്ഷൻ അടിപൊളിയാവാൻ പോകുന്നേ. ദേ, ഈ ജോണിനെ വിടാൻ പാടില്ല. ഇതൊക്കെ പരീക്ഷണം നടത്തണല്ലേ? ഇന്നാ പിടിക്കേ, നടത്തണ പരീക്ഷണം. ഇന്നാ മോട്ടു, ഒരു മിനിറ്റ് നിക്കുന്നേ. ഇനി ഞാൻ പറയാതെ എങ്ങാനും നിങ്ങൾ സമൂസ വാങ്ങിച്ചിട്ട് വന്നാ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് തന്നെ അറിയില്ല. സമൂസ കഴിച്ചാൽ അവൻ എന്ത് ചെയ്യും നിങ്ങൾക്ക് അറിയില്ലേ? ഇനി നിങ്ങൾ ജീവിതത്തിൽ സമൂസ കഴിക്കാൻ പാടില്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.